നമസ്കാരം. റഷ്യയുടെ അധിനിവേശം തടയാനായി ബാൾട്ടിക് രാജ്യങ്ങൾ ഒരു വലിയ മതിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ലിത്വാനിയയാണ് പ്രധാനമായും ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. റഷ്യ ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾക്ക് നേരെ അധിനിവേശം നടത്താം എന്ന ചിന്തയിലാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ടാണ് മറ്റ് ബാൾട്ടിക് രാജ്യങ്ങളും ഈ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 740 മൈൽ നീളമുള്ളതായിരിക്കും ഈ ഒരു മതിൽ. മാത്രമല്ല 3 പാളികളായിട്ടായിരിക്കും ഈ മതിൽ നിർമ്മിക്കുക എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. സർവ്വവിധ സന്നാഹങ്ങളും അഥവാ റഷ്യ യുദ്ധത്തിന് വന്നാൽ അവരെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ മതിലിനോടൊപ്പം തന്നെ പൂർത്തിയാക്കാനാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിനായി അവർ യൂറോപ്യൻ യൂണിയൻ്റെ സാമ്പത്തിക സഹായവും തേടിയിട്ടുണ്ട്. ഇതിനായി യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക സഹായം നൽകാമെന്ന് ഇതിനോടകം സമ്മതിച്ചതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ലിത്വാനിയയ്ക്കൊപ്പം തന്നെ മറ്റ് സമീപപ്രദേശങ്ങളിലുള്ള എല്ലാ ബാൾട്ടിക് രാജ്യങ്ങളും ഈ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. റഷ്യൻ സൈനികർ എത്തിയാൽ അവരെ നേരിടുന്നതിനായിട്ടുള്ള ആയുധ സന്നാഹങ്ങളും അതുപോലെ പാലങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഒരുപക്ഷെ റഷ്യയിൽ നിന്ന് നേരിട്ട് ലിത്വാനിയയിലെ നഗരങ്ങളിലേക്ക് ആക്രമണം നടന്നാൽ അപ്പോൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രോൺ സംവിധാനവും മറ്റെല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. വലിയ തുക തന്നെ ഇതിനായി ഈ രാജ്യങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുള്ള ഭീഷണി ഒട്ടുമിക്ക ബാൾട്ടിക് രാജ്യങ്ങളും ഇപ്പോഴും നേരിടുകയാണ്. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ മതിൽ കൊണ്ട് ഇവർ ലക്ഷ്യമിടുന്നത്. പോളണ്ട്, എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മതിൽ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. മാത്രം ലിത്വാനിയ അവരുടെ എല്ലാ റോഡുകൾക്കും വലിയ തോതിൽ വീതി കൂട്ടാനും അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ തന്നെ മുറിച്ച് നിൽക്കാനും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അഥവാ റഷ്യ അവരുടെ ടാങ്കുകളുമായി എത്തിയാൽ അവയെ നേരിടുന്നതിന് വളരെ കൃത്യമായി കാണാൻ കഴിയുന്ന തരത്തിൽ ദൂരെ നിന്ന് തന്നെ അവരെ ആക്രമണം നടത്താനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പുടിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി രാജ്യങ്ങളെ അവരുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം രീതിയായി മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാൾട്ടിക് രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഒരുക്കം നടത്തുന്നത്. യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രിമിയ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു കാരണവശാലും തിരികെ യുക്രൈന് കൊടുക്കുകയില്ല എന്ന് കഴിഞ്ഞ ദിവസവും പുടിൻ ട്രംപിനോട് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി പുടിൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് എന്ന ധാരണയാണ് പൊതുവേ ഈ ബാൾട്ടിക് രാജ്യങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആണവായുധം ഉപയോഗിച്ചുള്ള ആക്രമണം പോലും നടത്താൻ പുടിൻ മടിക്കുകയില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. നേരത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പുടിൻ ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളെ, അതായത് യുക്രൈനെ സഹായിക്കുകയാണെങ്കിൽ, ആണവായുധം നൽകി സഹായിക്കുകയാണെങ്കിൽ അത് റഷ്യയ്ക്ക് നേരെ തന്നെ നടക്കുന്ന ആണവായുധ ആക്രമണമായി കണക്കായിക്കൊണ്ട് അവിടേക്ക് തങ്ങൾ ആക്രമണം നടത്തുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യും സ്വീഡനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് ആദ്യം മുന്നറിയിപ്പ് നൽകിയത്. സ്വീഡനിൽ ഈ മുന്നറിയിപ്പ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇതിനുള്ള തയ്യാറെടുപ്പ്, ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചത് വലിയൊരു വാർത്തയായി മാറിയിരുന്നു. ഏതായാലും ബാൾട്ടിക് രാജ്യങ്ങളുടെ ഈ ഒരു മതിൽ നിർമ്മാണത്തെക്കുറിച്ച് ഇനിയും റഷ്യ പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത് റഷ്യ കൂടുതൽ പ്രതിരോധത്തിലാക്കുമോ എന്നുള്ള സംശയത്തിലായിരിക്കാം പുടിൻ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് ഇനിയും പറയാത്തത് എന്നാണ് കരുതപ്പെടുന്നത്. ലിത്വാനിയയിൽ നിലവിൽ 23,000 പട്ടാളക്കാരും ഏതാണ്ട് 1,00,000-ലധികം റിസർവിസ്റ്റുകളുമുണ്ട്. രാജ്യം പ്രതിരോധ ചെലവ് 5.5% ഉയർത്തിയിട്ടുമുണ്ട്. മറ്റേത് ബാൾട്ടിക് രാജ്യത്തെക്കാളും ഉയർന്ന പ്രതിരോധ ചെലവാണ്, അല്ലെങ്കിൽ പ്രതിരോധ ബജറ്റാണ് ഇപ്പോൾ ലിത്വാനിയ നീക്കിവെച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ റഷ്യയെ നേരിടുന്നതിന് വേണ്ടിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും റഷ്യ യുക്രൈനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബാൾട്ടിക് രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നടങ്കം റഷ്യയെ നേരിടുന്നതിനായി ഒരുങ്ങുന്നത്. ഒരുപക്ഷെ നാറ്റോയുടെ സഹായം വരെ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് തന്നെ ഒരുപക്ഷെ റഷ്യയെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന് വേണം കരുതാൻ.